നമസ്കാരം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്ത വീണ്ടും ഹൈക്കോടതിയിൽ. ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം. ED മാനസികമായി പീഡിപ്പിക്കുന്നു. വനിതാ ജീവനക്കാരി രാത്രി ചോദ്യം ചെയ്തത് നിയമവിരുദ്ധമെന്നും ഹർജിയിൽ. CMRL ചീഫ് ഫിനാൻസ് മാനേജർ EDക്ക് മുന്നിൽ ഹാജരായി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് വീണ്ടും തിരിച്ചടി. അതിജീവിതയ്ക്ക് മൊഴിപ്പകർപ്പ് നൽകരുതെന്ന ഹർജി ഹൈക്കോടതി തള്ളി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ചു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് 10 നാൾ. ദേശീയ നേതാക്കൾ കേരളത്തിൽ. മോദി രാജ്യത്തെ കൊള്ളയടിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. In Malayalam you say Kodayalekal. Modi calls it electoral bonds. കേരളത്തിലെ സഹകരണ മേഖലയോട് BJPക്ക് വിരോധമെന്ന മുഖ്യമന്ത്രി. കരുവന്നൂർ വിഷയത്തിൽ കേരളത്തെ തകർക്കുക BJP ലക്ഷ്യം. അക്കൗണ്ട് മരവിപ്പിച്ചതുകൊണ്ട് സുരേഷ് ഗോപിക്ക് രക്ഷപ്പെടാനാകില്ലെന്നും മുഖ്യമന്ത്രി. സംഗീതജ്ഞൻ KG ജയൻ അന്തരിച്ചു. അന്ത്യം തൃപ്പൂണിത്തുറയിലെ വസതിയിൽ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നാളെ തൃപ്പൂണിത്തുറ ശ്മശാനത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്ത EDക്ക് മുന്നിൽ ഇന്നും ഹാജരായില്ല. കഴിഞ്ഞ ദിവസവും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം ഹാജരായിരുന്നില്ല. അതേസമയം CMRLലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശശിധരൻ കർത്ത കഴിഞ്ഞ ദിവസം